നമ്മുടെ കുട്ടികളെ എല്ലാ ജോലികളും എൻജോയ്മെൻ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാം. വാ, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒരു വലിയ ഡോക്ടറായിട്ടോ ഒരു എൻജിനീയറായിട്ടോ ഒരു പ്രോഗ്രാമറായിട്ടോ ഒരു നല്ല സിംഗറായിട്ടോ ഒരു പൈലറ്റായിട്ടോ മറ്റേ വേഷമിട്ട് കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കാണാൻ വാ. കിഡ്സാനിയ 4 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ എല്ലാ വേഷങ്ങളും ഇട്ട് നമ്മൾക്ക് ജീവിതത്തിലാകാൻ ആഗ്രഹമുള്ള എല്ലാ വേഷങ്ങളും ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിള്ളേർക്ക് ഫുൾ ടൈം എൻജോയ്മെൻ്റുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കിഡ്സാനിയ കുട്ടികൾക്ക് ഫുൾ ടൈം എൻജോയ്മെൻ്റ് ആയിട്ടുള്ള കിഡ്സാനിയ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസിലാണുള്ളത്. കൊച്ചിയിൽ ഇതുവരെ അത് വന്നിട്ടില്ല. കൊച്ചിയിൽ അത് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം അത്രയ്ക്കും എൻജോയ്മെൻ്റ് ആണ്. അത് പിള്ളേർക്ക് പ്രയോജനം എല്ലാ കാര്യങ്ങളെ പറ്റി നമ്മുടെ സിറ്റുവേഷൻ ടൗണ് അതുപോലെ ടൗൺഷിപ്പിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് കിഡ്സാനിയെ ഒന്ന് നടന്ന് കാണാം. 5 മണിക്കൂറാണ് നമുക്ക് അവിടെ പാസ്, ഒരാൾക്ക് പാസ് ഉള്ളത്. കയറുമ്പോൾ തന്നെ പാസ് കൊടുക്കുക. നമുക്കൊരു വാച്ച് പോലെ കെട്ടിത്തരും. അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും കയറുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയാം. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് മാക്സിമം 5 മണിക്കൂർ തികയില്ല, പക്ഷെ 5 മണിക്കൂർ ഓടി നടന്ന് ഒരുപാട് വേഷങ്ങൾ ഇട്ടാനും എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ പണ്ട് നടന്നിട്ടുള്ള ഡബ്ബാവാല. ഇന്ന് ഞാൻ ബോംബെയിലാണ് ഇത് പോയത്. ബോംബെയിലും പിന്നെ മദ്രാസിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ബോംബെയിൽ ഉള്ളതിൽ ഡബ്ബാവാല എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു സിസ്റ്റമാണ്. അത് കൊച്ചിയിലും ഉണ്ടായിരുന്നു പണ്ട് ഡബ്ബാവാല. എല്ലാ ലെവലിലുള്ളതും താഴ്ന്ന ലെവലിലും ഹൈ ലെവലിലും ഉള്ള എല്ലാ ജോലികളെ പറ്റി പരിചയപ്പെടാനും അത് ആസ്വദിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ഒരു മനസ്സിലാക്കി കൊടുക്കുവാനും പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കിഡ്സാനിയ. ആദ്യം തന്നെ പിള്ളേർ ഫയർ എക്സ്റ്റിങ്വിഷറാണ് കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അത് നമ്മൾ വീട്ടിലൊന്നും സമ്മതിക്കാത്ത കാര്യം. വെള്ളം അടിക്കുക, അത് ഫയർ സ്റ്റേഷനിൽ പോയി അവിടെ നിന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഒരു ബിൽഡിങ്ങിന് നല്ലോണം വെള്ളം അടിക്കാനുള്ള വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ വീട്ടിൽ കൊടുക്കാറില്ല പിള്ളേർക്ക്. അത് അതിൻ്റെ എൻജോയ്മെൻറ്റിനോടൊപ്പം ആ വർക്കിനെ പറ്റിയുള്ള ചെറിയ ഗ്രാഹ്യം അവർക്ക് കിട്ടും. അതുകൂടാതെ അവർക്ക് കിഡ്സാനിയ എന്നുള്ള ക്യാഷും കിട്ടും. അതുകൂടാതെ നമ്മളിവിടെ സ്വിഗ്ഗി, സുമോട്ടോ, പോർട്ടർ എന്നൊക്കെ ഉള്ള ജോലികളും അവർക്ക് പല ലക്ഷം കൊണ്ട് കൊടുക്കുന്ന ജോലികളും അവർക്ക് ചെയ്യും. ഓരോന്നിനും ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷായിട്ട് കിഡ്സാനിയ ക്യാഷ് കിട്ടും. അതുകൊണ്ട് പിന്നെ അതിന് വെർത്തായിട്ടുള്ള ടോയ്സ് വാങ്ങാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ പിള്ളേർ പോയത് പോലീസായിട്ടാണ്. പോലീസ് ഭയങ്കര ഇഷ്ടപ്പെട്ട പിള്ളേർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഓടുക, കള്ളൻ്റെ പുറകെ ഓടുക, അങ്ങനെ പിന്നെ പൈലറ്റായി, അങ്ങനെ ഓരോ പോസ്റ്റിലും നമ്മളെല്ലാ മറ്റും മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലുള്ള എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് അതെല്ലാവർക്കും ഷോർട്ടായിട്ട് ക്ലീനിങ് ജോലിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ക്ലീനിങ് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്യാനും വെള്ളം സ്പ്രേ ചെയ്യാനും അതൊക്കെ നമ്മൾ വീട്ടിൽ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഠിക്കുന്നതോടൊപ്പം എൻജോയ്മെൻറ്റും കൂടെ ക്യാഷ് കിട്ടുക എന്നുള്ളത് പിള്ളേർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓരോ സ്ഥലത്തും കൊണ്ടു കൊടുത്തു, അവിടെ നിന്ന് പൈസ വാങ്ങിക്കും, എന്നിട്ട് അത് അവരുടേതായ ഏണിങ്സ് ആയിട്ട് കാണിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെ. ഈ കാണുന്നതാണ് ഐസ് ഫാക്ടറിയിലേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതാണ്. അഡ്രസ്സ് കൊടുക്കുകയുള്ളൂ എവിടെ എത്തിക്കേണ്ടതെന്ന് ഓരോ കടകൾ അന്വേഷിച്ച് പിടിച്ച് തനിച്ച് തന്നെ ഇത് കൊണ്ട് എത്തിക്കുക. അവിടെ എത്തിക്കുമ്പോൾ അവിടെ നിന്ന് റിവാർഡ് കിട്ടും. നല്ല രസമാണ് കേട്ടോ കുട്ടികളിങ്ങനെ സ്ഥലം അന്വേഷിച്ച് പിടിച്ച് ഓരോ കടകൾ കയറി കൊണ്ടു കൊടുക്കുന്നത് കാണാൻ. ഇത് അവിടെ വലിയ ആളുകൾക്കും ആസ്വദിക്കാനുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതുപോലെ കാർപ്പൻ്റർ വർക്ക്, ചെറിയ ഇഷ്ടിയൊക്കെ വെച്ച് ഓരോന്ന് പണിയാനും ഒക്കെ. പിന്നെ ഞാനൊരു ബൊക്കെ ഉണ്ടാക്കി. വലിയ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ വേറെ നല്ല വർഗ്ഗങ്ങൾ ഷെയർ ട്രേഡിങ്ങിനെ പറ്റി. പിന്നെ ഏറ്റവും ഇഷ്ടം മധ്യപ്രദേശിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഒരു ജംഗിൾ ജേർണി ഉണ്ടായിരുന്നു. ഒരു സഫാരി പോലെ തന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മളൊരു ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെയുള്ള ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് കുട്ടികൾ ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ റോഡ് എങ്ങനെയാണ് ഒരു ടൗണ് റോഡ്, അതുപോലെ സീലിംഗ് ഒക്കെ ഒരു ക്ലൗഡ് നമ്മുടെ സ്കൈ പോലെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ റോഡുണ്ട്, റോഡ് സീബ്ര ക്രോസിംഗ് ഒക്കെ പിള്ളേർക്ക് പരിചയപ്പെടാം. പിന്നെ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന സ്റ്റാളുകളുണ്ട്, ഭക്ഷണം കഴിക്കാം.
പിന്നെ സിബ്ര ക്രോസിങ്ങിൽ കൂടെ എപ്പോഴും ആംബുലൻസും ഫയർ എഞ്ചിനും ഒക്കെ പോകുന്നത് അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ സ്റ്റെയർ കേസും ഉണ്ട് പിള്ളേർ കയറി പോകാൻ. അതിന് എല്ലാം ഒരു ഇങ്ങനെ ഒരു മാളിൻ്റെ 2 ഫ്ലോറാണ് അത് ചെയ്തിരിക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഓരോന്നിനും പിള്ളേർക്ക് കിൻഡർ ജോയ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ പിന്നെ കണ്ടത് പാർലിജി ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സ്റ്റാള്. അതിലൊക്കെ പിള്ളേർക്ക് പാർലിജി ബിസ്ക്കറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാർലിജിയുടെ ചെറിയ പാക്കറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ കിൻഡർ ജോയി അങ്ങനെ. പിന്നെ ഡോക്ടറാണ് ഏറ്റവും ഇതായിട്ട് തോന്നിയത് പിള്ളേർക്ക്. ഡോക്ടറുടെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സെക്ഷനാണ് കാണിച്ചത്. പിന്നെ പ്രോഗ്രാമിങ് ചെയ്യാം. അങ്ങനെ എല്ലാ ഫീൽഡിലും പിള്ളേർ വലിയവർക്കാണെങ്കിൽ നമുക്ക് ഷെയർ ട്രേഡിങ്ങിനെ പറ്റി ഒരു ഇതുണ്ട്. അത്ര ഇതായിട്ടില്ല. പിന്നെ എന്നാലും ഒരു എൻജോയ്മെൻറ്റിനോടൊപ്പം അറിവും കൂടെ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല കിഡ്സാനിയ. ഏതായാലും കുട്ടികൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ 5 മണിക്കൂർ. പിന്നെ പ്ലേ ബാക്ക് സിംഗിങ്, സിനിമയിൽ വേണമെങ്കിൽ ഹിന്ദി അറിയാത്തതുകൊണ്ട് എൻ്റെ മോന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് സിനിമയിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ഡയലോഗ് പറയാനുള്ള ഒരു ചാൻസ്, ഡാൻസിങ്, അങ്ങനെ പ്രോഗ്രാമിങ് എല്ലാം നമ്മുടെ പിള്ളേർക്ക്. പിന്നെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഡബ്ബാവാലയാണ്. ഡബ്ബാവാല എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ബോംബെയുടെ തുടക്കത്തിൽ എല്ലാ വ്യവസായശാലകളൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവർക്കും കൃത്യസമയത്ത് ഭക്ഷണം, ക്യാൻറ്റീനൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഭക്ഷണം എത്തിക്കാൻ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. 2-3 ട്രെയിനും ലോക്കൽ ട്രെയിനും ഒക്കെ കയറിയാണ് ഈ ഫുഡ് വീടുകളിൽ നിന്ന് അതായത് ജോലി സ്ഥലത്ത് എത്തിച്ചിരുന്നത്. അത് എഴുത്തും വായന അറിയാത്ത ഡബ്ബാവാലകൾ ഈ കളർ കോഡും ചിഹ്നങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഓരോ ട്രെയിനും ഓഫീസും ഒക്കെ മനസ്സിലാക്കിയിരുന്നത്. ഒരു തെറ്റുമില്ലാതെ ഇപ്പോൾ ഒരു 99.9% കറക്റ്റായിട്ടായിരുന്നു ഡെസ്പാച്ചിങ് എന്നാണ് പറഞ്ഞത്. അത് യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ പഠനത്തിന് എടുത്തിട്ടുണ്ട്. അത് കൊച്ചിയിലും ഉണ്ടായിരുന്നു ഈ ഡബ്ബാവാല സിസ്റ്റം. പിന്നെ ഡാൻസും പാട്ടും പ്ലേബാക്കും മാജിക്കും ഒരുപാട് സംഗതികൾ പഠിക്കാനും പിള്ളേർക്ക് സന്തോഷത്തോടെ ഓടിയിരുന്ന 5 മണിക്കൂർ പോയത് അറിഞ്ഞതേയില്ല. പാട്ട് പിന്നെ ഹിന്ദി അറിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അത് എന്നാലും മനസ്സിലാക്കിയിരുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഓരോ സ്ഥലത്തും നമ്മുടെ ഡെസ്പാച്ചിൽ സാധനം എടുത്ത് ഇന്ന് കടയിലെത്തിക്കാൻ പറഞ്ഞ അഡ്രസ്സ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ നിൽക്കുന്നതാണ് കിൻഡർ ജോയുടെ സ്റ്റാളാണ്. കിൻഡർ ജോയ് എങ്ങനെ ഉണ്ടാക്കണത്, 7 മെഷീൻസ് വേണം. അങ്ങനെ ഓരോ മെഷീൻസിനെ പറ്റി പരിചയപ്പെടുത്തി അറിയുന്ന കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പിന്നെ ഇത് ഡിസൈനിങ്ങും ഗ്രാഫിക്സും ഒക്കെ ചെയ്യുന്ന ഏരിയയാണ്. അവർ കുറച്ചൊക്കെ മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ എന്തായാലും പിള്ളേരുടെ ലെവലിലുള്ളവർക്ക് മനസ്സിലാവും. ഏറ്റവും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ തന്നെയാണ്. വെള്ളം അടിക്കുക, ഒരു നല്ല പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ടൊരു ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഫോട്ടോ എല്ലാം കിട്ടിയ പൈസ എല്ലാം കൂടെ കൊണ്ടുവന്ന് മാറിയിട്ട് ചെറിയ എന്തോ ടോയ്സൊക്കെ കിട്ടി. കിഡ്സാനിയെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്തു. അത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു ഞങ്ങൾ ബോംബെയിൽ. ക്രൂയിസിലാണ് ബോംബെക്ക് പോയത്. ക്രൂയിസിൽ പോയതിൻ്റെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ബോംബെയിൽ ഫസ്റ്റ് ഡേയുടെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എല്ലാവരും ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.